സഖി ഒരു കുലമുന്തിരി വങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഹരിപ്പോ തിരിപ്പോ കോതലമംഗല ഹരിപ്പോ 12 കുതിരയും തെക്കിട്ട് വടക്കിട്ട് വൈനാം വള്ളി എന്തിന് പോയി അമോളി കരക്കല ചരക്കല നന്നായി വെള്ളം കാച്ചി കുളിച്ചവളെ വടക്കോട്ട് പോവുമ്മ മാവുമ്മ മാങ്ങ തെക്കോട്ട് പോവുമ്മ മാവുമ്മ മാങ്ങ ഉളുമ മൂളുമ ജമപുള്ള മാങ്ങ പാട്ടുകൾ പാടി മനുഷ്യനെ ഇട്ടവട്ടം കരകിട്ട് പൊട്ടി പൊട്ടി ചിരിക്കുന്ന എന്തിന് മോളെ ആമീനക്കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു ആമീനക്കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദ പൂത്ത് വിടർന്നിരുന്നു കാപ്പുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ അതുകൂറും കിസ്സ പറഞ്ഞാട്ടെ മുത്തേ സത്തേ എന്നു വിളിക്കും കാനോത്ത് രാവ് ഇന്നാണ് മാരന്റെ കരളിൽ കുളിര് പകരണ നിക്കാഹ് രാവ് ഇന്നാണ് ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാറൻ നിൽക്കണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലി നീ കണ്ണ് പൊത്തണ ആളാണ് കണ്ണ് പൊത്തണ ആളാണ് മുത്തേ സത്തേ എന്നു വിളിക്കും കാനോത്ത് രാവ് ഇന്നാണ് മാരന്റെ കരളിൽ കുളിര് പകരണ നിക്കാഹ് രാവ് ഇന്നാണ് കൂടമുള്ള ചിരിയുള്ള കോയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരുമുല്ല കീനാവിലെ അഴകേറും പുതുമാരൻ ഇതാ 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 വരുന്നേ പെണ്ണേ ഇതാ 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 വരുന്നേ കൂടമുള്ള ചിരിയുള്ള കോയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരുമുല്ല
പുതുമാരൻ ഇതാ വരുന്നേ പെണ്ണേ ഇതാ വരുന്നേ ഈര് ലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഈരൈ ദേശ നെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ ഈര് ലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ ഈരൈ ദേശ നെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ சொன்னவர் மன்னர் நபி கரவேற்றி என்னுடைய கொதியென்று சொல்லாற்றி உன்னிடைய கிழவன் புகழ் போற்றி போற்றீடை மருதவன் பிரியமுடைய ஹபீபுல்லாவே ஓரீச கடலுடைய தினகரம் ரசூலுல்லாவே ബീബി ഖദീജാനെ കേട്ട് പറഞ്ഞത് പീരീത രാജാക്കൾ പാടുമെത്തുന്നേ ഗുണമേറും ബമ്പത്തി ദിക്കെങ്കും കേളി പെരുത്തുള്ള ഗോജാതി രാജാതി ഗുണമേറും ബമ്പത്തി ദിക്കെങ്കും കേളി പെരുത്തുള്ള ഗോജാതി ബീവി ഖദീജാനെ കേട്ട് പറഞ്ഞെന്ന് വിരീത രാജാക്കൾക്കും പാടുമെത്തുന്നേ ബീവി അതൊക്കെയും തള്ളി കളയുന്നേ വാർത്ത കേട്ടോരെല്ലാം വിസ്മയം കൊള്ളുന്നേ മിഴിയിണഞ്ഞാടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം മിഴിയിണ ഞാൻ തുറന്നാലോ നിലവുകളിൽ നീ മാത്രം മിഴിയിണഞ്ഞാടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം മിഴിയിണ ഞാൻ തുറന്നാലോ നിലവുകളിൽ നീ മാത്രം നിലവുകൾ നീലക്കടൽ തിരകളിൽ നിൻമുഖം മാത്രം കടലലയിൽ വെളുത്തവാവിൽ ഊന്നിങ്ങൾ പോലെ നിലവുകൾ നീലക്കടൽ തിരകളിൽ നിൻമുഖം മാത്രം കടലലയിൽ വെളുത്തവാവിൽ ഊന്നിങ്ങൾ പോലെ മിഴിയിണ ഞാനടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം മിഴിയിണ ഞാൻ തുറന്നാലോ നിലവുകളിൽ നീ മാത്രം മധുവർണ പൂവല്ലേ നെരുളിലാ പൂമോളല്ലേ മധുരപ്പാതീനേരിൽ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ മധുവർണ പൂവല്ലേ നെരുളിലാ പൂമോളല്ലേ മധുരപ്പാതീനേരിൽ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ സരിഗമരാഗം രാക്കിളികൾ പാടുന്നു മൊഞ്ചത്തി ആശകൾ കൽവിൽ ആദികളായി തിരതല്ലും രാവിന്ന് മണ്ണിൽ കുളിർക്കും പൗർണമിയോ നിന്നെ പൂമോളെ കൈകൊട്ടി പാടാൻ വന്നണയുന്നു നിന്റെ പൂമാരൻ സരിഗമരാഗം രാക്കിളികൾ പാടുന്നു കൊഞ്ചത്തി ആശകൾ കൽവിൽ ആഴികളായി തിരതല്ലും രാവിന്ന് ഒരു തുള്ളി തേൻ തരുമോ പൂവേ ഞാൻ തേനുള്ളാൻ പൂങ്കുയിലായി പാറി വരുമ്പോൾ പൂങ്കരളേ പാവമെനിക്കായി ഒരു തുള്ളി തേൻ തരുമോ
വരുന്നേ പെണ്ണേ ഇത വരുന്നേ ഇരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി അറിവുള്ള കീനാവിലെ അഴകേറും പുതുമാരും ഇത വരുന്നേ പെണ്ണേ ഇത വരുന്നേ മണിമുത്ത് നബി മുത്തി ഫാത്തിമ മണവാട്ടി പൂവി ഊരി ഫാത്തിമ മണിമുത്ത് നബി മുത്തി ഫാത്തിമ മണവാട്ടി പൂവി ഊരി ഫാത്തിമ പുതുമാരനായി പുരുഷാരമായി മണിമക്ക തല്ലി വന്ന് നമ്മുടെ തലശ്ശേരിക്കാരനായ ഒരു ചുറുചുറുക്കുള്ള പാട്ടുകാരനും സംവിധായകനും തിരുവനന്തപുരത്തുമായിട്ടുള്ള ഒരു മിടുക്കനായ ഒരു പ്രശസ്തനായ നടനായ അച്ഛന്റെ മകൻ സംവിധാനം ചെയ്ത ചിത്രമാണ് തട്ടത്തിൻ മറയത്ത്. അതിൽ ഏത് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. തട്ടത്തിൻ മറയത്തെ പെണ്ണേ ശരി, ഈ പാട്ട് പാടുന്നതിനായിട്ട് എനിക്ക് കറക്റ്റ് സമയം ഈ അഞ്ചരക്കണ്ടിയിലുള്ള നല്ല ഏറ്റവും മിടുക്കരായ നന്നായിട്ട് ഡാൻസ് ചെയ്ത 15-നും 25-നും ഇടയിൽ പ്രായമുള്ള ഒരു 5 സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് വേണം. 5 സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് വേണം. കുഞ്ഞുപിള്ളേർക്ക് വേറെ അവസരം തരാം. ഇപ്പൊ എനിക്ക് വേണ്ട കുറച്ചുകൂടെ പ്രായ സെറ്റും കൊണ്ട് കൊടുത്ത പിള്ളേരെ തന്നെ വിളിക്കാം. നല്ല ഐശ്വര്യമായിട്ട് നിൽക്കുന്നു. ഒരു 5 പേരോട് ഓടുക.
വിളിച്ചപ്പോഴേ നോക്കിയാ റെഡി ആയിട്ട് നിൽക്കുക ആഗ്രഹം കൊണ്ടുവരാന് ആഗ്രഹം കൊണ്ടെങ്കിൽ പോരെ വാ എത്ര പേര് രണ്ടുപേരില്ലാത്ത ഇവർ രണ്ടുപേരും കൂടെ പഠിപ്പിച്ചിട്ട് നമുക്ക് സമയമില്ല വാ എണീച്ചോ കണ്ടോ സെറ്റ് സാരി കൊടുക്കുന്ന ചേച്ചി ആവേശം തിളച്ചു കൊണ്ട് വരിക കേട്ടോ ഒരു 4 പേരായി ഒരാളും കൂടെ ഒരൊറ്റ ആളും കൂടെ കറക്റ്റ് ചുറ്റുകാരെല്ലാം വേണ്ടിട്ട് വാ വയസ്സാരോട് പറയല്ലേ പറയല്ലേ എത്ര വയസ്സായിട്ട് കാര്യമില്ല എപ്പോഴും ഈ മുഖം കണ്ടില്ലെങ്കിൽ ഒരു 18 തോന്നുള്ളൂ കേട്ടോ ഒരു ഒറ്റ സുന്ദരിയും കൂടെ വേണം അഞ്ചരക്കടിക്ക് ഒരൊറ്റ സുന്ദരിയും കൂടെ ഇവിടെ 5 സുന്ദരികളാണ് എനിക്ക് വേണ്ടത് അതൊരു ഡാൻസ് ഒരാളില്ലേ ഇനി ഇവിടെ ഇല്ലേ സുന്ദരില്ലേ ചെറിയൊരു മത്സരം നടത്താൻ പോവുകയാണ് ഇതിന് വിധി നിർണ്ണയിക്കുന്ന മറ്റാരുമല്ല നിങ്ങൾ തന്നെയായിരിക്കും ഇതിനകത്ത് ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഞാൻ ചോദിക്കും ഇന്നയാളുടെ പേരുകളൊക്കെ ചോദിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ കൈയടിയിലൂടെയാണ് നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോ ഞാൻ പറയുന്നത് ശരി കേട്ടോ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്ന നിങ്ങളാണ് അതുകൊണ്ട് നന്നായിട്ട് ഇവരെ വീക്ഷിച്ചോളുക സമ്മാനം കൊടുക്കുന്ന നല്ലൊരു സമ്മാനം തന്നെയായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഈ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ജയൻ എന്ന് പറഞ്ഞ ചേട്ടൻ സമ്മാനം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഡാൻസ് ചെയ്തോളുക തുടങ്ങാൻ നല്ലൊരു ഒരു ഉഷാറാൻ വേണ്ടി നല്ലൊരു ഗൈഡ് കൊടുത്ത് ഇവർക്ക് എല്ലാവരും കൂടെ തുടങ്ങാം പണ്ടൊക്കെ സ്റ്റേജിൽ വിളിച്ച് കേട്ടി കഴിഞ്ഞാൽ അമ്പിളർക്ക് മാത്രമേ ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ പെമ്പിളർക്ക് അത് ഭയങ്കര നാണമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തൊരു ഡാൻസ് ഈ അഞ്ചരക്കടികളൊക്കെ പെമ്പിളേരെ നല്ല പെൺപുലികളെന്ന് എനിക്ക് വിശ്വസിപ്പിക്കാൻ തോന്നും നല്ല മിടുക്കരായിട്ടുള്ളവരാണ് നമുക്ക് ഈ സൈഡിൽ നിന്ന് പേര് വിളിച്ചു കൊടുക്കാം ഉള്ളതിൽ തമിഴ് പേര് തൊമ്മൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാർ കൂടെ മാനേജിംഗ് ഡയറക്ടർ വിജയൻ ചേട്ടൻ സമ്മാനം റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്ക് ആകെ സംശയമായി പോയി ഇവിടെ നിന്ന് തുടങ്ങാം എമ്മോളുടെ പേര് അനക്കാണ് ഫസ്റ്റ് പ്രൈസ് രേഷ്മ ഷിത അതുല്യ സിലിയ രസ്ന ഷിബിന അക്ഷിത ഇവർ രണ്ടുപേരും നിന്നാണ് ഫസ്റ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതാ അക്ഷിത കുട്ടിക്കാണെങ്കിൽ ഷിബിനിക്കാണെങ്കിലോ വിജയൻ ചേട്ടൻ ഇങ്ങോട്ട് വരിക വിജയൻ ചേട്ടൻ എവിടെ ജയൻ ചേട്ടൻ ജയൻ ചേട്ടൻ നിങ്ങൾക്ക് 2 പേർക്ക് സമ്മാനം കൊടുക്കാൻ പോവുകയാണ് നിങ്ങളൊക്കെ തന്നെ നല്ല മെടുക്കരെ നമ്മളിപ്പോ എല്ലാവരും ഭയങ്കര എല്ലാ തരത്തിലും ഡാൻസ് ചെയ്യാനാവണമെന്നില്ല പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്യണമെന്ന് പാട്ട് പാടണമെന്ന് ആഗ്രഹമില്ല അപ്പൊ എല്ലാവർക്കും അതാണ് ഫാർമേഴ്സ് ബാങ്കിന്റെ പ്രത്യേകത അവർ 1-2 സ്ഥാനക്കാർക്കല്ല അവരെല്ലാവർക്കും എന്താണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത് ഒരു പൂവാണ് അവർ സമ്മാനം കൊടുക്കാൻ പോകുന്നത് എല്ലാവർക്കും പൂവും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരാൾക്ക് സമ്മാനം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് ഒരു കാര്യം ഇവർ രണ്ടുപേരും ഫസ്റ്റ് പ്രൈസ് അങ്ങ് എടുത്തോട്ടെ ചേട്ടാ എന്താ കൊടുക്കാൻ പോണത് എന്തോ കൂടിന്റെ അകത്താണ് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്തോ വിശേഷപ്പെട്ട സമ്മാനം തന്നെ എന്തായിരിക്കും ചേട്ടാ ഇത് ശരി നല്ല സമ്മാനം തന്നെയാണ് ചേട്ടനെ ഞാൻ കൊടുത്തു 2 പേരും മേടിച്ചു 2 കീറി എടുത്താൽ മതി എല്ലാവർക്കും നല്ലൊരു കേടി കൊടുത്തിട്ട് നമുക്ക് വിടാം ശരി നന്ദി കേട്ടാ താങ്ക് യു
ചേട്ടന്മാരെയായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന കൈയടി. ഓണക്കുള്ളിലും കൈകളിലെത്തി കട കാർമുകിൽ പറഞ്ഞതുപോലെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജസ്റ്റിൻ ചേട്ടന് നല്ലൊരു കൈയടി. ലീഡ് ഗിറ്റാർ, ബേസ് ഗിറ്റാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷിബു ചേട്ടനും ജാക്സൺ ചേട്ടന് നല്ലൊരു കൈയടി. കീബോർഡിന്റെ മാന്ത്രികൻ, കീബോർഡിന്റെ എല്ലാമായ അടിമാലിയിൽ നിന്നൊരു മാണിക്യം ഷിജു അടിമാലിക്ക് നല്ലൊരു കൈയടി. പ്രശസ്ത പിന്നണി നായകൻ അഫ്സലിക്കയുടെ സഹോദരനും ഒരുപാട് കാസറ്റുകളും സിനിമകളിലും ഒക്കെ ചാൻസ് ചോദിച്ച് നടക്കുന്ന ഒരുപാട് പ്രശസ്തനായ ഒരു കലാകാരനാണ് എന്താ പറയാ യാസർ. യാഷിക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. അതുപോലെ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഇടവേള സമയങ്ങളിൽ വിനോദം കണ്ടെത്തുന്നത് ഡ്രംസ് കൈകാര്യം ചെയ്തുകൊണ്ട് എറണാകുളത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കൂടിയ ഡോക്ടർ ഡാനിക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. വരാൻ പറ്റും മക്കളെ പോലെ ഒന്നിച്ചിരുന്ന രണ്ടുപേരും വളരെ സ്നേഹമായി, എപ്പോഴും ഭയങ്കര സ്നേഹമാണ്. പഴനിമല വിജയരാജും വിപിൻ ചേട്ടൻ നല്ലൊരു കൈയടി കൊടുക്കുക. അതുപോലെ സൗണ്ട് സിസ്റ്റം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സൗണ്ട് സിസ്റ്റം സ്വപ്ന സൗണ്ട് നല്ലൊരു കൈയടി കൊടുക്കുക. ഏറ്റവും പ്രശസ്തനായ സൗണ്ട് എഞ്ചിനീയർ കൊച്ചിക്കാരുടെ മുത്തായ പ്രിൻസ് ചേട്ടൻ നല്ലൊരു കൈയടി കൊടുക്കുക. അതുപോലെ നല്ല ഭംഗിയായ സ്റ്റേജ്, ലൈറ്റ്, പുകയുടെ ഒരു കുറവുണ്ടായിരുന്നു, സാരമില്ല. എല്ലാ സുരക്ഷാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഈ പ്രോഗ്രാമിലൂടെ എന്നെ ക്ഷണിച്ച ഫാർമേഴ്സ് ബാങ്ക്. ഒരുപാട് എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള എന്താ പറയാ അത്രയും പ്രശസ്തരായ ബാങ്കുകാരാണ് ഈ ഫാർമേഴ്സ് ബാങ്ക് അഞ്ചരക്കണ്ടി. ഇതിനെ ഇവിടെ ക്ഷണിച്ച എല്ലാ അവിടുത്തെ ജീവനക്കാർക്കും അതിന്റെ മാനേജിംഗ് ഡയറക്ടർ വിജയൻ ചേട്ടൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇത്ര വലിയ നേരത്തെ 12 മണി കഴിഞ്ഞിട്ടും നാളെ എന്തെല്ലാമോ തിരക്കുകളുള്ളവരായിരിക്കും എല്ലാവരും. ഒന്നുമില്ലെങ്കിൽ 10 മണിക്ക് ഉറങ്ങുന്ന ശീലമുള്ള ചേട്ടന്മാരും നമ്മുടെ കൂട്ടത്തിലുള്ള അതൊക്കെ മാറ്റിവെച്ച് ഈ പ്രോഗ്രാം കാണുവാൻ ഇത്ര സ്നേഹപൂർവ്വം കാണാൻ അത് വേണം പറയാൻ. എല്ലാ പാട്ടിനും അതിൻ്റെതായ പ്രോത്സാഹനം തന്നുകൊണ്ട് എന്നെ സഹായിച്ച ഈ നാട്ടിലെ നല്ലവരായ ഓരോ നാട്ടുകാർക്കും ഞാൻ അടുത്ത് വന്ന് നന്ദി 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 എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഈ എന്താ സൗണ്ട് ബൂസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ഞാൻ നന്ദി പറയുമ്പോൾ അതിൻ്റെ ഒരു കൈയടി ആവാം. ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാമത്തിൽ അവർ ഹൃദയം അറിയിക്കുന്നു. വേറെ ആർക്കും നന്ദി പറയാൻ വീട്ടിൽ പോയിട്ടില്ല. കുഞ്ഞു പിള്ളേർക്കുള്ള എല്ലാവർക്കും ഉൾപ്പെടെയാണ് നന്ദി പറഞ്ഞിരിക്കുന്നത്. ബദറിലാടറി നിറങ്ങിയോരെ ബദരീങ്ങൾ മധുകൾ പാടുവീരേ. ബദറിലാടറി നിറങ്ങിയോരെ ബദരീങ്ങൾ മധുകൾ പാടുവീരേ. ഒളിവർണ വീതൻ സഹാബാക്കളെ മൗതിഹായാത്തുള്ള ശുഹദാക്കളെ. ഒളിവർണ വീതൻ സഹാബാക്കളെ മൗതിഹായാത്തുള്ള ശുഹദാക്കളെ. ബദറിലാടറി നിറങ്ങിയോരെ ബദരീങ്ങൾ മധുകൾ പാടുവീരേ. ഒന്ന് ചൊല്ല് പൊന്നുമോളെ ഈ നിലാവുള്ള രാവി. ഒന്ന് ചൊല്ല് പൊന്നുമോളെ ഈ നിലാവുള്ള രാവി. കൈമിഴിയിൽ വിമോഹം പേറി കൗതുകമേറും മാരന്റെ കുളിരണിക്കും ചാരത്തായി കഥ പറയാനായി രാവി. നിലവിലെ കഥ പുലരുവാൻ നിലവിലെ കഥ
ചൊല്ല് പൊന്നു മോളെ ഈ നിലാവുള്ള രാവിൽ ഒന്ന് ചൊല്ല് പൊന്നു മോളെ ഈ നിലാവുള്ള രാവിൽ മല്ലിക മലർ മുല്ല വിരിഞ്ഞുള്ള മണം കൊള്ളാൻ മംഗല പുതുമാരൻ പുറപ്പെടുന്നേ മല്ലിക മലർ മുല്ല മണം കൊള്ളാൻ മംഗല പുതുമാരൻ പുറപ്പെടുന്നേ ഉല്ലാസ കടൽ മോദ മാറിയുമ്പോൾ മലർ തുള്ളി ഉന്മേഷ മലർ മുല്ല വിരിഞ്ഞിടുന്നേ മല്ലിക മലർ മുല്ല വിരിഞ്ഞുള്ള മണം കൊള്ള മംഗല പുതുമാരൻ ചമഞ്ഞിടുന്നേ കരളതി കുളിർക്കോറും കനവുകളാലും കസവണിഞ്ഞായിരം നിലവുകളാലും കനിമരം ചൂടാനേറ്റം ആശകളാലും കരളതി കുളിർക്കോറും കനവുകളാലും കസവണിഞ്ഞായിരം നിലവുകളാലും കനിമരം ചൂടാനേറ്റം ആശകളാലും ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ മംഗളത്തിൻ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമാല എടുത്തും കൊണ്ടത് പപ്പു പുതുമാരൻ ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ മണവാട്ടി പെണ്ണേ പെണ്ണേ മുഞ്ചുള്ള പെണ്ണേ കളിക്കുട്ടി പ്രായം കഴിഞ്ഞു നിന്റെ കല്യാണ രാത്രി ഇതാ വന്നു കല്യാണ രാത്രി ഇതാ വന്നു പെണ്ണേ മണവാട്ടി പെണ്ണേ പെണ്ണേ മുഞ്ചുള്ള പെണ്ണേ കളിക്കുട്ടി പ്രായം കഴിഞ്ഞു നിന്റെ കല്യാണ രാത്രി ഇതാ വന്നു കല്യാണ രാത്രി ഇതാ വന്നു ഇന്നു രാത്രി കാണേത്ത് രാത്രി ഇന്നോളം കാണാത്ത രാത്രി പുതുക്ക രാത്രി പൂമാരനിൽ ഉലകങ്ങൾ ചൊരിയുന്ന രാത്രി പുതുക്ക രാത്രി പുതുമാരൻ നിന്നിൽ ഉലകങ്ങൾ ചൊരിയുന്ന രാത്രി പെണ്ണേ മണവാട്ടി പെണ്ണേ പെണ്ണേ മൊഞ്ചുള്ള പെണ്ണേ കളിക്കുട്ടി പ്രായം കഴിഞ്ഞു നിന്റെ കല്യാണ രാത്രി ഇതാ വന്നു കല്യാണ രാത്രി ഇതാ വന്നു അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോരുത്തരും അരയിൽ ചുമന്ന് വരുന്നമ്മായി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്ന് വരുന്നമ്മായി അരികലക്കി ചുട്ടപ്പം അതിൽ വരും നെയ്യപ്പം അരികലക്കി ചുട്ടപ്പം അതിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മനക വരും ഇടിയപ്പം മധുരമുള്ള കലത്തപ്പം മനക വരും ഇടിയപ്പം പൊരിയും ചെറു നെയ്യലുവ മണിയറയിൽ കൊണ്ടുവച്ച് പൊരിയും ചെറു നെയ്യലുവ മണിയറയിൽ കൊണ്ടുവച്ച് ഇന്നു മോനെ വേണ്ടമായി ഇന്നു മോനെ വേണ്ടമായി ഇന്നും പറഞ്ഞുകൊണ്ട് വരുമോനെ തീറ്റിക്കുന്ന പൊന്നമ്മായി നല്ല ലിവറമ്മായി നല്ല കരളമ്മായി നല്ല മുത്തമ്മായി നമ്മുടെ നബീസമ്മായി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി മകളാണേ താളം മികந்த ബീവി ഹേമങ്ങൾ മെത്ത പാടി
കോവയണിந்த ബീവി പൂമകളാണ് ഹുസ്നുൽ ജമാൽ പുന്നാര താളം മികந்த ബീവി ഹേമങ്ങൾ മെത്ത പണി ചിത്തിരം ആഭരണ കോവയണിഞ്ഞ ബീവി മോളെ ചിരിയടി പുതുമാരൻ വരും നിതാ മോഹം അരതല്ലും കുസൃതിക്കാരി നിന്റെ കൈക്ക് മൈലാഞ്ചി 12 മൊഞ്ചാണ് കണ്ടാൽ അഴകുള്ള പുതിയ പെണ്ണേ മോളെ ചിരിയടി പുതുമാരൻ വരും നിതാ മോഹം അരതല്ലും കുസൃതിക്കാരി നിന്റെ കൈക്ക് മൈലാഞ്ചി 12 മൊഞ്ചാട് കണ്ടാൽ അഴകുള്ള പുതിയ പെണ്ണേ പൊന്നിൽ തിളങ്ങുന്ന തൂവൽ വെയിൽ റംഗിൽ കസവിന്റെ ചേലടുത്തി മൈലാഞ്ചി തേച്ച് പാതിച്ച കയ്യിൽ തങ്കത്തരിവളയിട്ട നാരി ഹേ മന്ദരാവിൽ നിലാവില്ലെങ്കും മാണിക്യ കല്ലിനോടൊത്ത ബീവി മംഗല്യ പൂമുള്ള മാല ചാത്താ മുത്തായ മാരൻ വരുന്നുണ്ടല്ലോ മഹാമംഗല്യ പൂമുള്ള മാല ചാത്താൻ മുത്തായ മാരൻ വരുന്നുണ്ടല്ലോ അകലത്ത് മിനുത്ത മറുകണ്ട് കറുകറുത്ത കണ്ടാലോ വെളുവെളുത്ത സുന്ദരി പെണ്ണാണ് കവിളത്ത് മിനുത്ത മറുകൊണ്ട് കറുകറുത്ത കണ്ടാലോ വെളുവെളുത്ത സുന്ദരി പെണ്ണാട് തങ്ക താമര പെണ്ണെ നിന്റെ പങ്കജ പുതുമാരൻ നിന്നെ തേടി വരുമല്ലോ മധുവിത് കൊണ്ടാടുവാൻ തങ്ക താമര പെണ്ണെ നിന്റെ പങ്കജ പുതുമാരൻ നിന്നെ തേടി വരുമല്ലോ മധുവിത് കൊണ്ടാടുവാൻ മോളെ പൊന്ന് മോളെ മാരനണയാറായി താലി മണിത്താലി മാറിലണിയാറായി പൊട്ടിച്ചിരുട മാല ഒരുക്കണ മട്ടത്തിൽ പൊന്നിട്ടളി വെക്കണ തട്ടത്താൽ മുഖമൊട്ട് മറക്കണ വട്ടിയിൽ വെത്തിയിൽ കുത്തിയിരിക്കണ പെണ്ണിന്നിത മാരൻ വരുന്നേ പെണ്ണിന്നിത മാരൻ വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ജിതമൊത്ത പുതുമാരനിത വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ജിതമൊത്ത പുതുമാരനിത വരുന്നേ പൊട്ടിച്ചിരുട മാല ഒരുക്കണ മട്ടത്തിൽ പൊന്നിട്ടളി വെക്കണ തട്ടത്താൽ മുഖമൊട്ട് മറക്കണ വട്ടിയിൽ വെത്തിയിൽ കുത്തിയിരിക്കണ പെണ്ണിന്നിത മാരൻ വരുന്നേ പെണ്ണിന്നിത മാരൻ വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ജിതമൊത്ത പുതുമാരനിത വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ജിതമൊത്ത പുതുമാരനിത വരുന്നേ പന്തലിൽ ആളുകളൊക്കെ കൂടി ചന്തമിതോടികളൊപ്പന പാടി പന്തലിൽ ആളുകളൊക്കെ കൂടി ചന്തമിതോടികളൊപ്പന പാടി മുല്ലപ്പൂവ് തേടി വധുവിന് കണ്ടൊരാളെ തേടി അവൾ കാത്ത പുതുമാരൻ ഇതാ വരുന്നേ പകരോളം കോതിയുമായി ഇതാ വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ജിതമൊത്ത പുതുമാരനിത വരുന്നേ പൊട്ടിച്ചിരുട മാല ഒരുക്കണ മട്ടത്തിൽ പൊന്നിട്ടളി വെട്ടണ തട്ടത്താൽ മുഖമൊട്ട് മറക്കണ വട്ടിൽ വെത്തിയിൽ കുത്തിയിരിക്കണ പെണ്ണിന്നിത മാരൻ വരുന്നേ പെണ്ണിന്നിത മാരൻ വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ജിതമൊത്ത പുതുമാരനിത വരുന്നേ ഇത വരുന്നേ മാരനിത വരുന്നേ ജിതമൊത്ത പുതുമാരനിത വരുന്നേ മാലകൾ നവരത്ന കനകമാല മാലകൾ നവരത്ന കനകമാല മാണിക്കം താരുൾ ജൗഹർ മാറിയും മാല മാലകൾ നവരത്ന കനകമാല ചേലയിൽ കുറിലെത്തി തട്ടം ചേലകളാർത്ത മഞ്ഞത് കേടും പാവികളേര് ഒത്തിരിവട്ടം ചേലയിൽ കുറിലെത്തി തട്ടം ചേലകളാർത്ത മഞ്ഞത് കേടും പാവികളേര് ഒത്തിരിവട്ടം അപ്പത്തെ കൂളർ കയ്യിൽ പല വർണ്ണങ്ങൾ മാലകൾ നവരത്ന കനകമാല മഹിമയിൽ കാശിക്കാരി കവിയും തിങ്കൾ മാലകൾ നവരത്ന കനകമാല മാലകൾ നവരത്ന കനകമാല തങ്കാരത്തിൽ ആടിയെടുക്കും തങ്കടിയും തടിയങ്ങൾ കത്തും തങ്കടിയും കടിയങ്ങൾ തങ്കാരത്തിൽ ആടിയെടുക്കും തങ്കടിയും തടിയങ്ങൾ കത്തും മാലകൾ നവരത്ന കനകമാല കാനവர்கள் മനമൊട്ട് സാധിക്കുമോ മാലകൾ നവരത്ന കനകമാല ചേലയിൽ കുറിനെറ്റി തട്ടം ചേലകളാർത്ത മഞ്ഞത് കേട്ട് പാവികളേര് ഒത്തിരിവട്ടം ചേലയിൽ കുറിനെറ്റി തട്ടം ചേലകളാർത്ത മഞ്ഞത് കേട്ട് പാവികളേര് ഒത്തിരിവട്ടം അപ്പത്തെ കുളർ പല വർണ്ണങ്ങൾ മാലകൾ നവരത്ന കനകമാല മഹിമ
കണ്ണിമയിൽ കഷിക്കാരി കവിയും തിങ്കൾ മാലകൾ നവരത്ന കനകമാല മാലകൾ നവരത്ന കനകമാല മാലകൾ നവരത്ന കനകമാല മാലകൾ നവരത്ന കനകമാല. താങ്ക് യു.
6:30 നിങ്ങൾ ഏകദേശം 5 മണി തൊട്ട് ഇവിടെ ബാങ്കിന്റെ ഓരോ പരിപാടികളും മറ്റ് കോൽക്കളിയും തിരുവാതിരകളിയൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്ത് എന്നാൽ ഇത്ര ക്ഷമ സഹിച്ച് 10:30 മണി വരെ കാത്തിരുന്ന് നമ്മളൊരു പരിപാടിയിലോട്ട് കടക്കുകയാണ്. ഈ ഇത്ര സ്നേഹം നിറഞ്ഞ അഞ്ചരക്കണ്ടി എന്ന സ്ഥലത്ത് കാവിമൂലി അല്ലെ, അതല്ല കറക്റ്റ് സ്ഥലത്ത്, കാവിമൂലി എന്ന സ്ഥലത്ത് ഇന്ന് എന്തോ നമുക്ക് എല്ലാവരും കൂടെ ഒത്തുകൂടാൻ സാധിച്ചത് ഭയങ്കര ദൈവാനുഗ്രഹം തന്നെയാണ്. അപ്പോൾ മഴയൊന്നും ഫ്രീയാണ്, നമുക്ക് പറ്റുന്നിടത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പകരം എനിക്ക് വേണ്ടത് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ത് ഒച്ചപ്പാടും ബഹളവും കയ്യടിയും കൂട്ടുവിളിയും, അതാണ് ഒരു പ്രോഗ്രാമിന് ഒരു യഥാർത്ഥ ഗാനം. അല്ലാണ്ട് വെറുതെ കസേരയിൽ മസിൽ പിടിച്ച് കയ്യും കെട്ടിയിരുന്ന് അരണാപാണ് പോലെ ആൾക്കാരെ നമുക്ക് വേണ്ട. അങ്ങനെ ഒരു പരിപാടി നടത്തി ഇവിടെ വെറുതെ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട. പക്ഷെ എന്നാലും നല്ല ഒരു ഒച്ചപ്പാട് ബഹളവും, നമ്മൾ ശരിക്കും ഒരു ഗാനമേള ആസ്വദിക്കുന്നത് നമുക്ക് നല്ല ഒച്ചപ്പാടൊക്കെ വേണം. എന്നാലും ശരി ഒരു ഗാനമേളയുടെ അന്തരീക്ഷം നമുക്ക് കിട്ടുള്ളൂ. ഈ പ്രോഗ്രാമിലോട്ട് എന്നെ ക്ഷണിച്ച എന്താ പറയാ, വളരെ പ്രശസ്തമായ ഒരു ബാങ്കാണ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ 100ാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ് അല്ലെ. ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ബാങ്കാണ്. അതിലെ ജീവനക്കാരായിരിക്കും കൂടുതൽ ഇവിടെ ഇരിക്കുന്ന, ബാക്കിയുള്ളവരൊക്കെ ഇവിടുത്തെ നാട്ടുകാരായിരിക്കും. പലരും ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. എല്ലാവരും വിചാരിക്കുകയാണ് ഈ റിമിറ്റോമിയെ TV-യിൽ കണ്ടപ്പോൾ എന്ത് വണ്ണമായിരുന്നു, നേരിൽ കണ്ടപ്പോൾ എന്ത് മെലിഞ്ഞിട്ടാണോ. എണീറ്റ് നിന്ന് ആവശ്യത്തോടെ കൈയടിക്കുന്നത് അതിന്റെ വലിയ രഹസ്യം എന്താണ്? എന്തുകൊണ്ട് എണീറ്റു, അതാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞ സത്യമാണോ? പലരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങൾ എല്ലാവരും കാണാൻ കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, തുടക്കത്തിൽ തന്നെ ഭയങ്കര അടിപൊളി പാട്ട് വേണ്ട, പയ്യത്തിനാൽ പനിയുന്നില്ല. നമുക്ക് കുറച്ചു പതുക്കെ 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 നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മലയാളം, തമിഴ്, ഹിന്ദി കണ്ടാൽ മതിയുടെ പുറത്തൊക്കെ ഉറങ്ങി വീഴാണ്ടെന്ന് നോക്കണം കേട്ടോ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ അറ്റത്തെ ആ വീടിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു മഴയല്ല. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എന്താ വെച്ചാൽ മലയാളികൾക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സംഭാവന നൽകിയ ഒരു സംഗീത സംവിധായകനാണ്. മലയാളികൾക്ക് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഗീത സംവിധായകനാണ്. നല്ല ഗാനങ്ങൾ നമുക്ക് തന്ന അദ്ദേഹം മരിച്ചാലും അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ മരിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഗാനം രവീന്ദ്ര മാഷിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഗാനത്തോടുകൂടി ഞാൻ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടെ പാടിക്കോട്ടെ. ചോദിക്കുന്നതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു കുടുംബമായിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തപ്പെട്ട ആൾക്കാരോട് പറയുന്ന ഒരു സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. തിരിച്ചിങ്ങോട്ടും അതേപോലെ ഒരു പ്രതികരണം തരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ അനുവാദത്തോടുകൂടി നമുക്ക് ആദ്യ ഗാനത്തിലോട്ട് പോവാം.
തലശ്ശേരിക്കാരനായ ഒരു ചുറുചുറുക്കുള്ള പാട്ടുകാരനും സംവിധായകനും തിരുവനന്തപുരത്തുമായിട്ടുള്ള ഒരു മിടുക്കനായ ഒരു പ്രശസ്തനായ നടനായ അച്ഛന്റെ മകൻ സംവിധാനം ചെയ്ത ചിത്രമാണ് തട്ടത്തിൻ മറയത്ത്. അതിൽ ഏത് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. തട്ടത്തിൻ മറയത്തെ പെണ്ണേ അല്ലേ? ശരി, ഈ പാട്ട് പാടുന്നതിനായിട്ട് എനിക്ക് കറക്റ്റ് ഈ അഞ്ചരക്കണ്ടിയിലുള്ള നല്ല ഏറ്റവും മിടുക്കരായ നന്നായിട്ട് ഡാൻസ് ചെയ്ത 15-നും 25-നും ഇടയിൽ പ്രായമുള്ള ഒരു 5 സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് വേണം. 5 സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് വേണം. ഇപ്പൊ എനിക്ക് വേണ്ട കുറച്ചുകൂടി പ്രായമായ ബാബാ സെറ്റ് കൊണ്ട് കൊടുത്ത പിള്ളേരെ തന്നെ വിളിക്കാം. നല്ല ഐശ്വര്യമായിട്ട് നിൽക്കുന്നു. ബാബാ ഒരു 5 പേരോട് പോലുവാ. ഇവിടെയാണോ കഴിവുള്ള കുട്ടികൾക്ക് പഞ്ഞം? വിളിച്ചപ്പോഴെ നോക്കിയാ റെഡി ആയിട്ട് നിൽക്കുക ആഗ്രഹം കൊണ്ടുവരാന്. ആഗ്രഹം കൊണ്ടെങ്കിൽ പോരെ. വാ, എത്ര പേര്? 2 പേരില്ലാത്ത പഠിപ്പിച്ചിട്ട് നമുക്ക് സമയമില്ല. വാ, എനിക്ക് കണ്ടോ ഒരു സെറ്റ് സാരി കൊടുക്കുന്ന ചേച്ചി ആവേശം തിളച്ചു കൊണ്ട് വരിക കേട്ടോ. ഒരു 4 പേരായി ഒരാളും കൂടെ, ഒരൊറ്റ ആളും കൂടെ. കറക്റ്റ് ശുദ്ധമെല്ലാം വേണ്ടിട്ട് വാ. വയസ്സാരോട് പറയില്ലേ പറയില്ലേ. എത്ര വയസ്സായിട്ട് കാര്യമില്ല. എപ്പോഴും ഈ മുഖം കണ്ടില്ലെങ്കിൽ 18 തോന്നുള്ളൂ കേട്ടോ. അഞ്ചരക്കണ്ടിയിൽ ഒരൊറ്റ സുന്ദരിയും കൂടെ. 5 സുന്ദരികളാണ് എനിക്ക് വേണ്ടത്. അതൊരു ഡാൻസ് ഒരാളില്ലേ? ഇല്ലേ? നടത്താൻ പോകുന്ന ചെറിയൊരു മത്സരം നടത്താൻ പോവുകയാണ്. ഇതിന് വിധി നിർണ്ണയിക്കുന്ന മറ്റാരുമല്ല, നിങ്ങൾ തന്നെയായിരിക്കും. ഇതിനകത്ത് ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഞാൻ ചോദിക്കും, ഇന്നയാണ് പേരുകളൊക്കെ ചോദിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ കൈയിലൂടെയാണ് നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആളെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഞാൻ പറയുന്നത് ശരിക്കും കേട്ടോ. നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്ന നിങ്ങളാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇവരെ വീക്ഷിച്ചു കൊടുക്കുക. സമ്മാനം കൊടുക്കുന്ന നല്ലൊരു സമ്മാനം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ, ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ജയൻ എന്ന് പറഞ്ഞ ചേട്ടൻ സമ്മാനം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ഡാൻസ് ചെയ്ത് കൊടുക്കുക. തുടങ്ങാൻ ഒരു ഉഷാറാൻ വേണ്ടി നല്ലൊരു ഗൈഡ് കൊടുത്ത് ഇവർക്ക് എല്ലാവരും കൂടെ തുടങ്ങാം. പണ്ടൊക്കെ സ്റ്റേജിൽ വിളിച്ച് കേട്ടി കഴിഞ്ഞാൽ അമ്പിളർക്ക് മാത്രമേ ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പെമ്പിളർക്ക് അത് ഭയങ്കര നാണമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തൊരു ഡാൻസായി അഞ്ചരക്കടികളുള്ള പെമ്പിളേരെ നല്ല പെൺപുലികളെന്ന് എനിക്ക് വിശ്വസിപ്പിക്കാൻ തോന്നും. നല്ല മിടുക്കരായിട്ടുള്ളവരാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് പേര് വിളിച്ചു തുടങ്ങാം. ഉള്ളതിൽ തമിഴ് പേര് തൊമൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാർ കൂടെ മാനേജിംഗ് ഡയറക്ടർ വിജയൻ ചേട്ടൻ സമ്മാനം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്ക് ആകെ സംശയമായി പോയി. ഇവിടെ നിന്ന് തുടങ്ങാം. മോളുടെ പേര് അനമിക്കാണ്. ഫസ്റ്റ് പ്രൈസ് രേഷ്മ, ഷിത, അതുല്യ, സിലിയ, രസ്ന, ഷിബിന, അക്ഷിത. ഇവർ രണ്ടുപേരിൽ നിന്നാണ് ഫസ്റ്റ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതാ അക്ഷിത കുട്ടിക്കാണെങ്കിൽ ഷിബിനിക്കാണെങ്കിലോ വിജയൻ ചേട്ടൻ ഇങ്ങോട്ട് വരിക. വിജയൻ ചേട്ടൻ എവിടെ? ജയൻ ചേട്ടൻ. ജയൻ ചേട്ടൻ ഇവർക്ക് 2 പേർക്ക് സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ തന്നെ നല്ല മിടുക്കരെ. നമ്മളിപ്പോൾ എല്ലാവരും ഭയങ്കര എല്ലാ തരത്തിലും ഡാൻസ് ചെയ്യാനാവണമെന്നില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്യണമെന്ന് പാട്ട് പാടണമെന്ന് ആഗ്രഹമില്ല. അപ്പൊ എല്ലാവർക്കും അതാണ് ഫാർമേഴ്സ് ബാങ്കിന്റെ പ്രത്യേകത. അവർ 1-2 സ്ഥാനക്കാർക്കല്ല, അവരെല്ലാവർക്കും എന്താണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത്? ഒരു പൂവാണ് അവർ സമ്മാനം കൊടുക്കാൻ പോകുന്നത്.
ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ഒരാൾക്ക് സമ്മാനം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ്? ഒരു കാര്യം ഇവർ രണ്ടുപേരും ഫസ്റ്റ് പ്രൈസ് അങ്ങ് എടുത്തോട്ടെ. ചേട്ടാ എന്താ കൊടുക്കാൻ പോണത്? എന്തോ കൂടിന്റെ അകത്താണ് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തോ വിശേഷപ്പെട്ട സമ്മാനം തന്നെ. എന്തായിരിക്കും ചേട്ടാ ഇത്? ശരി, നല്ല സമ്മാനം തന്നെയാണ്. ചേട്ടനെ ഞാൻ കൊടുത്തു. രണ്ടുപേരും മേടിച്ചു. രണ്ടുപേരും കീറി എടുത്താൽ മതി.